ദ ടൈംസിലെ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയാണിത്. ഒന്നാമത്തെ വീഡിയോയിൽ ബി ഇംഗ്ലീഷിലെ സ്പിരിറ്റ് ഓഫ് ദ ടൈംസിൽ നമുക്ക് കണ്ടത് ഇതാണ് ചോദ്യങ്ങൾ. വാട്ട് ഡിഡ് ബെലോസ് മദർ വാണ്ട് ഹിം ടു ബിക്കം? സോൾബെല്ലോയുടെ അമ്മ സോൾബെല്ലോയെ ആരാക്കാനാണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ ഒരു റബി ആക്കാനായിട്ട്, ജൂയിഷ് ലോ ഒക്കെ അറിയാവുന്ന സ്കോളറിൽ റബി ആക്കാനായിട്ട് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു ഫിഡിൽ വായനക്കാരനോ അല്ലെങ്കിൽ വയലിനിസ്റ്റോ, ഫിഡിലറോ വയലിനിസ്റ്റോ ഒക്കെ ആക്കാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ സോൾബെല്ലോയുടെ മനസ്സ് അവിടെ ഒന്നും ആയിരുന്നില്ല. ചിക്കാഗോ നഗരത്തിലെ തെരുവുവീഥികളിലെ വർണ്ണശബളമായ ഭ്രമങ്ങളിലേക്ക് പോയി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. വാട്ട് ഫാസിനേറ്റഡ് ബെലോ? ഇൻ ഹിസ് ബോയ്ഹുഡ് ഡേയ്സ് ദ ഗ്രേറ്റ് വേൾഡ് ഓഫ് ദ സ്ട്രീറ്റ്സ് ഓഫ് ചിക്കാഗോ ഫാസിനേറ്റഡ് ബെലോ വെരി മച്ച്. നമ്മളിതൊക്കെ പറഞ്ഞാണ്. അതുപോലെ തന്നെ നോർവീജിയൻ നാടകകൃത്തായിട്ടുള്ള ഇബ്സന്റെ നാടകങ്ങൾ, അതുപോലെ തന്നെ ബെർണാഡ് ഷായുടെ നാടകങ്ങൾ, പിന്നെ കവിതകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിനെ മതിച്ചു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ദിനങ്ങളിലെ ഗെയിമുകളുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ പൂളും പിങ് പോങ്ങും പോലുള്ള കളികൾ അദ്ദേഹത്തെ ആകർഷിച്ചു. മറ്റൊരു ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ഓതേഴ്സ് ഒബ്സർവേഷൻസ് ഓൺ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക? അമേരിക്കയെക്കുറിച്ച് എഴുത്തുകാരനായ സോൾബെല്ലോയ്ക്ക് ചില നിരീക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കോട്ടിംഗ് ഫോറിൻ ഒബ്സർവേഴ്സ്. അപ്പോൾ അമേരിക്കയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എന്തെല്ലാം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല വിദേശ നിരീക്ഷകരെയും കോട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന് ഉത്തരം സോൾബെല്ലോ പറയുന്നത്. ബെല്ലോ സേസ് ദാറ്റ് അമേരിക്ക ഹാസ് സെവറൽ അഡ്വാൻറ്റേജസ് ഓവർ യൂറോപ്യൻ കൺട്രീസ്. പല യൂറോപ്യൻ രാജ്യങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് പല മെച്ചങ്ങളുണ്ടെന്ന് പറയുവാണ് സോൾബെല്ലോ. ഇറ്റ് ഈസ് മോർ പ്രൊഡക്റ്റീവ്, മോർ എനർജറ്റിക്, മോർ ഫ്രീ ആൻഡ് ലാർജ്ലി ഇമ്മ്യൂൺ ഫ്രം അൺഹെൽത്തി പൊളിറ്റിക്സ്. അത് കൂടുതൽ ഉൽപാദനക്ഷമമാണ്, കൂടുതൽ ഊർജ്ജസ്വലമാണ്, മോർ പ്രൊഡക്റ്റീവ് ആണ്, മോർ എനർജറ്റിക് ആണ്, ഒപ്പം തന്നെ മോർ ഫ്രീ ആൻഡ് ലാർജ്ലി ഇമ്മ്യൂൺ ഫ്രം അൺഹെൽത്തി പൊളിറ്റിക്സ്. അനാരോഗ്യകരമായ രാഷ്ട്രീയത്തിൽ നിന്നും ആൻഡ് ഡിസ്ട്രക്റ്റീവ് വാർസ്, വിനാശകരമായ യുദ്ധങ്ങളിൽ നിന്നും ഏറെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. കാരണം അമേരിക്കയുടെ മണ്ണിൽ അധികം യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അമേരിക്കയുടെ മണ്ണിലല്ല കൂടുതൽ യുദ്ധങ്ങളും. ഹവർ ആസ് ഫാർ ആസ് ആർട്ട് ഈസ് കൺസേൺ, ഇനി കലയുടെ കാര്യം പറഞ്ഞാൽ അമേരിക്ക ഈസ് ഫാർ ബിഹൈൻഡ് മെനി യൂറോപ്യൻ നേഷൻസ്. അമേരിക്ക പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ഒത്തിരി പിറകിലാണ് എന്നും പറയേണ്ടി വരും. ഇതാണ് അമേരിക്കയെക്കുറിച്ച് സോൾബെല്ലോയുടെ നിരീക്ഷണങ്ങൾ. അത് പല ഫോറിൻ ഒബ്സർവേഴ്സിന്റെയും നിരീക്ഷണങ്ങൾ അതേപടി കോട്ട് ചെയ്തതുകൂടിയാണ് അദ്ദേഹം ഈ പറയുന്നത്. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, isn't that what human beings are here for? അതിനല്ലേ നമ്മൾ മനുഷ്യർ ഇവിടെ ഉള്ളത്, ജീവിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് സോൾബെല്ലോ റെഫറിങ് ടു ഹിയർ? ഇവിടെ സോൾബെല്ലോ എന്താണ് പരാമർശിക്കുന്നത് ഇങ്ങനെ ഒരു പ്രസ്താവനയിലൂടെ? അക്കോർഡിംഗ് ടു സോൾബെല്ലോ, വി ഹ്യൂമൻ ബീയിങ്സ് ആർ സപ്പോസ്ഡ് ടു ഇന്റർപ്രറ്റ് അവർ സർക്കംസ്റ്റൻസസ് ആസ് ഡീപ്ലി ആസ് വി ക്യാൻ. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ പറ്റാവുന്നത്രയും ആഴത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെ പറ്റാവുന്നത്രയും ആഴത്തിൽ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാണ് നമ്മളുടെ നിലനിൽപ്പ് ഈ ഭൂമിയിൽ. വി മസ്റ്റ് റീഅസസ് ദ ജഡ്ജ്മെന്റ്സ് ഓഫ് അവർ ട്രഡീഷണൽ കൾച്ചർ. പഴയ പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള വിധിന്യായങ്ങൾ നമ്മൾ ഒന്നുകൂടി പുതുക്കി പുനരാലോചിച്ച് അത് തന്നെയാണെന്ന് അതിന്റെ മൂല്യം നിശ്ചയിക്കേണ്ടി വരും. റീ അസസ്മെന്റ് നടത്തേണ്ടി വരും. ആൻഡ് ഇന്റർപ്രറ്റ് ലൈഫ് ഇൻഡിപെൻഡന്റ്ലി, ജീവിതത്തെ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കേണ്ടി വരും. സോൾബെല്ലോയുടെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു സോൾബെല്ലോ, വി ഹ്യൂമൻ ബീയിങ്സ് ആർ സപ്പോസ്ഡ് ടു ഇന്റർപ്രറ്റ് അവർ സർക്കംസ്റ്റൻസസ് ആസ് ഡീപ്ലി ആസ് വി ക്യാൻ. നമ്മളെ കൊണ്ട് പറ്റാവുന്നത്രയും ആഴത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ വിലയിരുത്തേണ്ടി വരും, നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. വി മസ്റ്റ് റീഅസസ് ദ ജഡ്ജ്മെന്റ്സ് ഓഫ് ട്രഡീഷണൽ കൾച്ചർ. പരമ്പരാഗത സംസ്കാരത്തിനെ കുറിച്ച് ഒരു പഴയ തലമുറ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിധിന്യ പ്രസ്താവനകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതേപടി കണ്ണടച്ച് സ്വീകരിക്കാതെ അല്ലെങ്കിൽ അതേപടി വിഴുങ്ങാതെ നമ്മുടേതായ പുതിയ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ ഒന്ന് പുനർവിചിന്തനം ചെയ്യുകയോ പുനർമൂല്യനിർണ്ണയം ചെയ്യുകയോ റീ അസസ്മെന്റ് നടത്തുകയോ ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. എങ്കിൽ മാത്രമാണ് ജീവിതത്തെയും അതുപോലെ തന്നെ ഇത്തരം പഴയകാല പരമ്പരാഗത സങ്കല്പങ്ങളെയും ഒക്കെ നമ്മൾ കുറച്ചുകൂടി സ്വതന്ത്രമായി ഇന്റർപ്രറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുക സോൾബെല്ലോ. ഈ പാഠത്തിൽ ചില ചോദ്യോത്തരങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതാണ് നമ്മുടെ ഈ മേഴ്സി ചാൻസ് എക്സാമിനേഷന്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വാട്ട് വേർ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് സോൾബെല്ലോ? സോൾബെല്ലോയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തെല്ലാമായിരുന്നു? വൈൽ സ്റ്റിൽ യങ്, സോൾബെല്ലോ ഡിസൈഡഡ്
നന്നേ ചെറുപ്പത്തിൽ തന്നെ സോൾബെല്ലോ നിശ്ചയിച്ചു that we wouldn't allow these surroundings to determine the course of his life. അദ്ദേഹം സോൾബെല്ലോ നിശ്ചയിച്ചതാണ് that he wouldn't allow his surroundings, തന്റെ ചുറ്റുപാടുകൾ അദ്ദേഹം അനുവദിക്കില്ല എന്ന് കുഞ്ഞുനാളിലെ തന്നെ സോൾബെല്ലോ നിശ്ചയിച്ചു. എന്തിന്? to determine the course of his life, തന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിശ്ചയിക്കുന്നതിന് തന്റെ ചുറ്റുപാടുകളെ അനുവദിക്കുകയില്ല എന്ന്. he resisted the material weight of Chicago. കാരണം അദ്ദേഹം ജനിച്ചത് കാനഡയിലാണ്, പക്ഷെ പിന്നീട് കുടുംബം അമേരിക്കയിലെ ചിക്കാഗോയിലേക്ക് എത്തിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ചിക്കാഗോയിലാണ് അദ്ദേഹം വളർന്നു വന്നത്. അവിടെ അദ്ദേഹം ഗ്രൂപ്പ് ആയപ്പോൾ അല്ലെങ്കിൽ വളർന്നു വന്നപ്പോൾ ചിക്കാഗോ നഗരം എന്ന് പറയുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു ലോകമാണ്, വളരെ ഭൗതികമായ ചിന്താഗതിയുള്ള ഒരു ലോകമാണ്. അതിൻ്റെ ആ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾക്ക് ചിക്കാഗോ നഗരം കൊടുക്കുന്ന വെയിറ്റ് താൻ ഒരിക്കലും കൊടുക്കില്ല. അതിനോട് അദ്ദേഹം ചെറുത്തുനിൽപ്പ് നടത്തി. റെസിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറുത്തുനിൽപ്പ് നടത്തി എന്നർത്ഥം. ആ ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോകുന്ന മനുഷ്യനാകാനായിട്ട് താൻ തയ്യാറല്ല എന്ന് ചെറുപ്പം മുതലേ പ്രഖ്യാപിച്ച് ജീവിച്ച വ്യക്തിയാണ് സോൾബെല്ലോ എന്ന് സ്വയം പറയുകയാണ് അദ്ദേഹം. ദി ഐഡിയാസ് ഓഫ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്ന ചിന്ത, യൂട്ടിലിറ്റി, എന്തിനേയും ഉപയോഗക്ഷമതയുടെ അടിസ്ഥാനത്തിൽ മാത്രം അതിന് മൂല്യം കൽപ്പിക്കുന്ന ചിന്താഗതി, അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പ്രൂഡൻസ്, അതുപോലെ തന്നെ എല്ലാത്തിനെയും അതിന്റെ വ്യക്തതയുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന. ആൻഡ് ബിസിനസ് ഹാഡ് നോ ഇൻഫ്ലുവൻസ് ഓൺ ഹിം, അതുപോലെ തന്നെ ബിസിനസ് മെന്റാലിറ്റി, ഇതിനൊന്നിനും അദ്ദേഹത്തിന്റെ മേലെ യാതൊരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. ഹിസ് മദർ വാണ്ടഡ് ഹിം ടു ബിക്കം എ ഫിഡ്ലർ ഓർ എ റബ്ബി, അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ഒരു ഫിഡ്ലർ ആക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു റബ്ബി ആക്കാനായിട്ട് ഒക്കെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും അദ്ദേഹം ആയില്ല. ബട്ട് ദ ഗ്രേറ്റ് വേൾഡ് ഓഫ് ദ സ്ട്രീറ്റ്സ് ഓഫ് ചിക്കാഗോ, പക്ഷെ ചിക്കാഗോ നഗരത്തിലെ ആ മഹത്തായ തുറന്ന ലോകം വാസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ടു ബെല്ലോ, സോൾബെല്ലോയ്ക്ക് കുറച്ചുകൂടി പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ പഠനം ആ തെരുവീഥികളിൽ നിന്നാണെന്ന് പറയാം. ഹിസ് ടേസ്റ്റ് ആൻഡ് ഹാബിറ്റ്സ് വെർ ദോസ് ഓഫ് എ റൈറ്റർ, അദ്ദേഹത്തിന്റെ ശീലങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിരുചികളും ഇണങ്ങിയത് ഒരു എഴുത്തുകാരന് പറ്റിയ മനസ്സിനാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഹി ഗ്രേറ്റ്ലി എൻജോയ്ഡ് റീഡിംഗ് ദ പ്ലേസ് ഓഫ് ഇബ്സൻ ആൻഡ് ബെർണാഡ് ഷാ. ഇബ്സൻ നോർവീജിയൻ എഴുത്തുകാരനാണ്, നാടകകൃത്താണ്. ബെർണാഡ് ഷാ എന്ന് പറയുന്ന പ്രശസ്ത നാടകകൃത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെയൊക്കെ നാടകങ്ങൾ ഒരുപാട് ആസ്വദിച്ചു വായിച്ചു. പോയട്രി, കവിതകൾ എല്ലാം. ഗെയിംസ് സച്ച് ആസ് പൂൾ ആൻഡ് പിങ് പോങ് ഓൾസോ കെപ്റ്റ് ഹിം ബിസി ഡ്യൂറിങ് ഹിസ് യൂണിവേഴ്സിറ്റി ഡേയ്സ്. തന്റെ യൂണിവേഴ്സിറ്റി ദിനങ്ങളിൽ പൂളും പിങ് പോങ്ങും പോലുള്ള ഗെയിംസ് അദ്ദേഹത്തെ എന്നും നിത്യ തിരക്കുള്ള മനുഷ്യനാക്കി നിലനിർത്തി എന്നതും ചില വാക്കുകളുടെ അർത്ഥങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്റർപ്രറ്റ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക, റീഅസസ് എന്ന് പറഞ്ഞാൽ മൂല്യനിർണ്ണയം നടത്തുക, ഡിറ്റർമൈൻ തീരുമാനിക്കുക, യൂട്ടിലിറ്റി യൂസ്ഫുൾനെസ്. മറ്റൊരു ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഡേഞ്ചേഴ്സ് ദാറ്റ് എ സിവിലൈസ്ഡ് കൺട്രി മൈറ്റ് ഫാൾ ഇൻ ടു? അമേരിക്കയെ പോലെയുള്ള ഒരു പരിഷ്കൃത രാജ്യം എപ്പോഴും ഒരു അപകടത്തിലേക്ക് ചെന്ന് വീഴാനിടയുണ്ട്. എന്തൊക്കെയാണ്? ഓൾ സിവിലൈസ്ഡ് കൺട്രീസ് ആർ ലൈക്ലി ടു ഡിസെൻഡ് ടു ആൻ ഇൻഫീരിയർ കോമൺ കോസ്മോപൊളിറ്റനിസം ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. കാലം കടന്നു പോകുമ്പോഴേക്കും അല്പം തരം താഴ്ന്ന തരത്തിലുള്ള ഒരു സർവ്വലൗകിക ചിന്താഗതി, ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള കോമൺ കോസ്മോപൊളിറ്റനിസം അവരിലെല്ലാവരിലും വരും. പതിയെ അലിഞ്ഞ് വന്ന് അടിഞ്ഞുകൂടും. ഇൻ അതർ വേർഡ്സ് ഡിസെൻഡ് ചെയ്യും. ഇൻ അതർ വേർഡ്സ് ദ സൊഫിസ്റ്റിക്കേറ്റഡ് പീപ്പിൾ ഓഫ് ദോസ് കൺട്രീസ് വിൽ ബി കം ഫ്രീ ഓഫ് നാഷണൽ പ്രിജുഡിസസ്. അതായത് അവിടുത്തെ ആൾക്കാർ പിന്നെ ദേശത്തിൻ്റെതായിട്ടുള്ള മുൻവിധികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അവർ സ്വതന്ത്രരായി ഇറങ്ങി വരും. ആൻഡ് വിൽ ഷോ എ ടേസ്റ്റ് ഫോർ നോൺ കൺസിഡറേഷൻ ഫോർ കൾച്ചേഴ്സ് അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളുടെ സംസ്കാരങ്ങളോട് ഒരു 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 കൺസിഡറേഷൻ പരിഗണന കാണിക്കുന്ന ഒരു ടേസ്റ്റ്, അഭിരുചി അവർക്ക് ഉണ്ടായി വരും. ദിസ് വിൽ ഇവഞ്ച്വലി വീക്കൻ ദ ഓൾഡർ ട്രഡീഷൻ. അങ്ങനെ മറ്റു രാജ്യങ്ങളുടെ സംസ്കാരങ്ങളെ അവർ സ്വാംശീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ പരമ്പരാഗതമായ സംസ്കാരത്തെ അത് ദുർബലപ്പെടുത്തും. ട്രഡീഷണൽ ബ്രാഞ്ചസ് ഓഫ് സിവിലൈസേഷൻ ഇല്ലാതാവും. അതായത് സംസ്കാരത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള ആ ശാഖകളൊക്കെ വേരറ്റു പോകും. ആസ് എ റിസൾട്ട് അതിന്റെ ഫലമായിട്ട് ദർ വിൽ കം ഫ്രഷ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ തീർച്ചയായും ഉണ്ടായി വരും. പക്ഷേ the people will be forced to reassess the judgment of traditional culture. പക്ഷേ അപ്പോഴേക്കും ആളുകൾ പരമ്പരാഗതമായ സംസ്കാരത്തിനെ പുനർമൂല്യനിർണ്ണയം ചെയ്യാൻ നിർബന്ധിതരാകും എന്നാണ് പറഞ്ഞു വരുന്നത്. ദസ് അങ്ങനെ the total experience will be one of the decline and compulsive independence. അങ്ങനെ ഇതിന്റെ അന്തിമമായ ആകെ തുകയായ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു
കമ്പൽസീവായ ഇൻഡിപെൻഡൻസ്, നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ച ഒരു സ്വാതന്ത്ര്യം തന്നെ ആയിരിക്കും എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, വൈ കനോട്ട് വി ട്രസ്റ്റ് ദ വർക്ക് ഓഫ് ഇന്റലക്ച്വൽസ് ഓൾവേസ്? ഈ ബുദ്ധിജീവികളുടെ വർക്ക് നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്റലക്ച്വൽസിന്റെ വർക്ക് നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധിജീവികളെ തീർച്ചയായിട്ടും നമുക്കറിയാം, അവരുടേതായ ഒരു ചിന്താഗതിയിലോ അല്ലെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലോ ആയിരിക്കും കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുക. പക്ഷേ നമുക്കിത് എല്ലായ്പ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്റലക്ച്വൽസ് ആൻഡ് ദെയർ വർക്ക് ആർ ഓഫൺ ഓഫ് നോ യൂസ് ടു അസ്. നമുക്ക് പലപ്പോഴും ഇത് ഇപ്പോഴും നമുക്ക് പ്രയോജനകരമല്ലെന്ന് വേണമെങ്കിൽ പറയാം. ദെയർ ബുക്ക് സംടൈംസ് ലീഡ് അസ് ടു ഡെസേർട്സ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അവരുടെ കൃതികൾ ചിലപ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അബ്സ്ട്രാക്ട് തോട്ടിന്റെ, അതായത് വ്യക്തതയില്ലാത്ത അമൂർത്ത ആശയങ്ങളുടെ മരുഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഇന്റൻസീവ് സ്റ്റഡി, വർഷങ്ങളുടെ തീവ്രമായിട്ടുള്ള ആ പഠനത്തിന് ശേഷവും നമ്മൾ ഒരു കാര്യം തിരിച്ചറിയും, വി ഗെറ്റ് ഫ്രം ദം ഓൺലി ഒപ്പീനിയൻസ്. അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൃത്യമായ ഒരു സത്തയൊന്നും ആയിരിക്കില്ല, ചില അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും ബുദ്ധിജീവികൾ പറയുന്നത്. ഓൺലി ഒപ്പീനിയൻസ് ആൻഡ് ഫോർമുലാസ് വിച്ച് ഹൈഡ് ദ റിയാലിറ്റി ഫ്രം അസ്. എന്നിട്ട് അതിന്റെ യാഥാർത്ഥ്യം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കും അവര്. തിയറിറ്റിക്കൽ ബോറോയിങ് ഫ്രം ദ ഇന്റലക്ച്വൽസ് ക്രിപ്പിളസ്. ഇങ്ങനെ സൈദ്ധാന്തികമായ ആശയങ്ങളുടെ കടമെടുപ്പ് ഈ ബുദ്ധിജീവികളിൽ നിന്ന് നമ്മൾ നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മളെ ബലക്ഷയമുള്ളവര് അല്ലെങ്കിൽ വികലാംഗരൊക്കെ ആയിത്തീരും മാനസികമായിട്ട്. ക്രിപ്പിളസ് മെന്റലി ആൻഡ് അവർ പേഴ്സണൽ ജഡ്ജ്മെന്റ് ഈസ് ഡിസേബിൾഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്താനുള്ള കഴിവ് തീർച്ചയായിട്ടും അത് വൈകല്യം നിറഞ്ഞതായിത്തീരും. ഇവഞ്ച്വലി, ആത്യന്തികമായി, വി ബിക്കം സ്കെപ്റ്റിക്കൽ ഓഫ് ലേണിംഗ് ടു. അറിവ് എന്ന് പറയുന്നത് സംശയത്തോടെ വീക്ഷിക്കേണ്ട ഒന്നാണോ എന്ന് പോലും നമുക്ക് തോന്നും. ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, വി കനോട്ട് ഫുള്ളി ട്രസ്റ്റ് ദ വർക്ക് ഓഫ് ദി ഇന്റലക്ച്വൽസ്. ഈ ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്നവരുടെ കൃതികളെ ഒന്നും തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാനാവില്ല എന്നാണ് സോൾവെല്ലോ ഇതിനകത്ത് പറയുന്നത്. ചില വേർഡ്സിന്റെ മീനിങ് കൂടെ നോക്കുന്നുണ്ട് നമ്മളിവിടെ. ഇവഞ്ച്വലി, ആത്യന്തികമായിട്ട്. ഡിസെൻഡ്, അടിഞ്ഞ് കൂട് വരിക. ക്ലൈം ഡൗൺ, താഴേക്ക് ഇറങ്ങി വരിക. ഇനി പ്രിജുഡിസ്, മുൻവിധിയാണ്. ഇനി ഇവഞ്ച്വലി മീൻസ് അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി, ഒടുവിൽ. ഡിക്ലൈൻ, അധപ്പതനം. കമ്പൽസീവ്, നിർബന്ധപൂർവം. അബ്സ്ട്രാക്ഷൻ, അമൂർത്ത തത്വങ്ങളെയാണ്. അമൂർത്ത തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി നേരിട്ട് കണ്ടോ തൊട്ടോ മനസ്സിലാക്കാൻ കഴിയാത്ത, ആശയരൂപേണ മാത്രം നമ്മുടെ തലച്ചോറിൽ സ്വാംശീകരിക്കേണ്ട വസ്തുതകളെയാണ് അമൂർത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് കണ്ട് മനസ്സിലാക്കാനോ തൊട്ട് മനസ്സിലാക്കാനോ ഒന്നും പറ്റാത്ത കാര്യങ്ങൾ. ഹൈഡ്, മറയ്ക്കുക. ക്രിപ്പിൾ, ബലഹീനരാക്കുക, മുടന്തരാക്കുക, ഡിസേബിൾ എന്നൊക്കെ അർത്ഥമുണ്ട്. സ്കെപ്റ്റിക്കൽ, ഡൗട്ടിങ് പേഴ്സൺസ്, സംശയാലുക്കളായ വ്യക്തികൾ. സ്കെപ്റ്റിക്കൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അതർത്ഥം. അപ്പൊ നമ്മൾ സ്പിരിറ്റ് ഓഫ് ദ ടൈംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠം മാത്രമാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അതിൽ എസ്സേ നോക്കിയിട്ടില്ല ഇതിനകം, ആശയങ്ങൾ നോക്കി 2 വീഡിയോസിലൂടെ. അടുത്ത 3ാമത്തെ വീഡിയോയിലൂടെ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ എസ്സേയും ഡിസ്കസ് ചെയ്യാനാണ് ചിന്തിക്കുന്നത്. താങ്ക് യു.